ഫംഗ്ഷന് പോകുന്നതാണ് കോഴിക്കോട്. അവിടെ എത്തിയിട്ട് ബാക്കി വിശേഷങ്ങളെല്ലാം എന്നിട്ട് കാണാം. അപ്പം അങ്ങനെ നമ്മൾ തലശ്ശേരിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടുന്ന് ലുലു റെഡിമെയ്ഡ്സിൽ കയറി കുഞ്ഞുമോൾക്ക് ഒരു ഉടുപ്പ് എടുക്കേണ്ടിയിട്ടാണ് അവിടെ പോയി. അങ്ങനെ അവിടുന്ന് ഒരു ഉടുപ്പെല്ലാം എടുത്ത് നേരെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലേക്ക്. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിലെത്തി. അവിടുന്ന് 4:10 ആയിരുന്നു ട്രെയിന്. അപ്പോൾ വണ്ടി വരുന്നത് വരെ നമ്മൾ അവിടെ റെയിൽവേ സ്റ്റേഷനിൽ കുറച്ച് സമയം ഇരുന്നു. അങ്ങനെ അപ്പുറത്തെ ഇതിൽ കൂടെ ട്രെയിന് അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം പോയിക്കൊണ്ടെല്ലാം ഇരിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ട്രെയിന് മാത്രം എത്തിയില്ല. ട്രെയിനിന് വേണ്ടിയിട്ട് അവിടെ വെയിറ്റ് ചെയ്ത് അവിടെ ഇരുന്ന് അങ്ങനെ ട്രെയിനെത്തി. നമ്മൾ അങ്ങനെ വലിയ തിരക്കുകളൊന്നും ഉണ്ടായിരുന്നില്ല, ആളെല്ലാം കുറവായിരുന്നു. അങ്ങനെ അവിടുന്ന് അങ്ങനെ എനിക്ക് സൈഡ് സീറ്റെല്ലാം കിട്ടി. നമ്മൾ കുറേ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ സ്ഥലത്തെത്തി. അപ്പോൾ ഇതാണ് ബർത്ത്ഡേക്കാരി വ്യോമി രന്ധ്ര. അപ്പോൾ ഇത് എൻ്റെ ഏട്ടൻ്റെ മോളാണ്. കുട്ടീൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ നമ്മളവിടെ ഇരുന്ന് കുട്ടീനെ കുറേ എടുത്തെല്ലാം കളിപ്പിച്ച്. അപ്പോൾ ഇതെല്ലാം അവൾക്ക് ഗിഫ്റ്റ് കിട്ടിയ സാധനങ്ങളാണ്. അങ്ങനെ അവിടുത്തെ ഫുഡ് ഐറ്റംസാണ് ഇന്ന്. വെൽക്കം ഡ്രിങ്കും ഫുഡും എല്ലാം ഉണ്ടായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് അങ്ങനെ കേക്ക് മുറിക്കാനുള്ള സമയമായി. അപ്പം ആ കാറിലായിരുന്നു അവളുടെ വരവ്. അങ്ങനെ മോളെ കാറിലിരുത്തി വരാനുള്ള തയ്യാറെടുപ്പിൽ ഇങ്ങനെ നിന്നിട്ടുള്ള. അതിൽ കയറാനെല്ലാം കുറച്ച് മടിയായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അതെല്ലാം റെഡിയായി. ഒരു ബലൂണും ഒരു ഡോളിനെല്ലാം കൊടുത്തപ്പോൾ വാവ അങ്ങ് ശരിയായി. അതുവരെ അതിലിരിക്കാൻ പേടിയായിരുന്നു. അത് കാണുമ്പോൾ തന്നെ കരയുന്നുണ്ടായിരുന്നു. പിന്നെ കുറച്ച് സമയം പാട്ടെല്ലാം വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഡാൻസെല്ലായിരുന്നു. ഡാൻസെല്ലാം കഴിഞ്ഞ് പിന്നെ ആ ഡോളിനെ ആയിരിക്കും കയ്യിൽ നിന്ന് വിട്ടുകൊടുത്തിട്ടില്ല. അതിനുറക്കുകയും പാട്ട് പാടി കൊടുക്കലെല്ലായിരുന്നു. അങ്ങനെ ബർത്ത്ഡേക്കാരിയുടെ വരവാണിത്. അച്ഛനും അമ്മയും മോളും കൂടി ഒരു അടിപൊളി വരവേൽപ്പായിരുന്നു. അങ്ങനെ എല്ലാവരും കൂടി നിന്ന് ഹാപ്പി ബർത്ത്ഡേ എല്ലാം പറഞ്ഞ് കേക്ക് മുറിക്കാനായിട്ട് പോന്ന രംഗാണിത്. അപ്പോൾ നമ്മളെല്ലാവരും ഇങ്ങനെ ചുറ്റുവട്ടം ക്യാമറാമാന്മാരും മൊബൈൽ ഫോട്ടോഗ്രാഫറും എല്ലാം ഉള്ള ഒരു ബഹളമായിരുന്നു. അപ്പം ഫോട്ടോഗ്രാഫർക്ക് ഫോട്ടോ എടുത്തിട്ട് മതിയാകുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് അങ്ങനെ കേക്ക് മുറിക്കാൻ പരിപാടി തുടങ്ങി. അങ്ങനെ വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല, ബഹളം ഒന്നും വെച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല ഹാപ്പിയായി കേക്കെല്ലാം മുറിച്ച്. അപ്പം അങ്ങനെ അടിപൊളി പരിപാടിയായിരുന്നു. അപ്പോൾ നമ്മളത് കഴിഞ്ഞ് നമ്മളൊരു ഫോട്ടോ എല്ലാം എടുത്ത് എല്ലാവരും ഗ്രൂപ്പ് ഫോട്ടോവും അങ്ങനെ കുറച്ച് എടുത്ത് അതിനുശേഷം നമ്മൾ അവിടെ വെൽക്കം ഡ്രിങ്കാണിത്. അതെല്ലാം കുടിച്ച് അവിടുന്ന് പിന്നെ അവർ വെള്ളയപ്പം ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ അരിയത്ത് പോയി ഞാൻ അവരോട് ചോദിച്ചു വെള്ളയപ്പം ഉണ്ടാക്കുന്ന ഫോട്ടോ എല്ലാം എടുക്കട്ടെ. അങ്ങനെ ആ ഫോട്ടോ എല്ലാം എടുത്ത് വീഡിയോ എല്ലാം എടുത്ത് അത് കഴിഞ്ഞ് നേരെ നമ്മളെ ഫുഡിൻ്റെ സമയം. ഇതാണ് ഫുഡും കഴിച്ച് നേരെ റെയിൽവേ സ്റ്റേഷനിലപ്പോൾ വന്ദേ ഭാരത് വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ട്രെയിന് വരാൻ കുറച്ച് സമയം എടുത്ത് അത് കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് രാത്രി 12 മണിയായി.